ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രായപൂർത്തിയാകുന്നത് ബുദ്ധിമുട്ടുള്ളതുമായ സമയവുമാണ്. മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ ശബ്ദം കുറയുന്നു, മാനസികാവസ്ഥ മാറുന്നു, മുടി വളരുന്നു. എന്നാൽ ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലെ ഒരൊറ്റപ്പെട്ട ഗ്രാമത്തിൽ 90 കുട്ടികളിൽ ഒരു കുട്ടി കൂടുതൽ തീവ്രമായ മാറ്റങ്ങളിലൂടെ കടന്നുപോകുന്നു. സലീനാസ് ഗ്രാമത്തിലെ അനേകം കുട്ടികൾ സ്ത്രീകളായി ജനിച്ച് ഏകദേശം 12 വയസ്സുള്ളപ്പോൾ പുരുഷ ജനനേന്ദ്രിയം വളർന്ന് യുവാക്കളായി ജീവിതം തുടരുന്നു. ഈ കുട്ടികളെ ഗുവേദോസസ് എന്ന് വിളിക്കുന്നു. അത് 12 ലിംഗം അല്ലെങ്കിൽ മച്ചിങ് എംബ്രാസ് എന്ന് വിവർത്തനം ചെയ്യുന്നു, അതായത് ഒരു സ്ത്രീ പിന്നെ ഒരു പുരുഷൻ. അവർ ജനിക്കുമ്പോൾ അവർക്ക് വൃഷ്ണങ്ങളില്ല, യോനിയാണ് കാണപ്പെടുന്നത്. പ്രായപൂർത്തിയാകുമ്പോൾ മാത്രമാണ് ലിംഗം വളരുകയും വൃഷ്ണം ഇറങ്ങുകയും ചെയ്യുന്നത്. 20 വയസ്സുള്ള ജോണി എന്ന കുട്ടി ഒരു ഗുവേദോസിസായി വളർന്ന അനുഭവമാണ് ഞാൻ നിങ്ങളിൽ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. അവനൊരു പെൺകുട്ടിയായി വളർന്നു, ഫെലിസിറ്റ എന്ന് പേരിട്ടു. പെൺകുട്ടികളുടെ വസ്ത്രങ്ങൾ സ്കൂളിൽ ധരിക്കുന്നത് അവൻ അസ്വസ്ഥത ഉണ്ടാക്കി. ജോണി ഒരിക്കൽ പറഞ്ഞു, പെൺകുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ അവർ എനിക്ക് വാങ്ങി തന്നപ്പോൾ അവരോടൊപ്പം കളിക്കാൻ ഞാൻ ഒരിക്കലും വിഷമിച്ചിരുന്നില്ല. ആൺകുട്ടികളുമായി കളിക്കുക മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത്. ജോണിയെ സംബന്ധിച്ചിടത്തോളം 7 വയസ്സിലാണ് മാറ്റങ്ങൾ സംഭവിച്ചത്. തനിക്കൊരിക്കലും ഒരു പെൺകുട്ടിയെ പോലെ തോന്നിയിട്ടില്ലെന്നും പൂർണ്ണമായി ഒരു പുരുഷനായി മാറിയപ്പോൾ കൂടുതൽ സന്തോഷവാനായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. മിക്കവർക്കും വിചിത്രമായ ഒരു അത്ഭുതം പോലെ തോന്നുന്നത് സലീനാസിൽ സാധാരണമാണ്. അപൂർവമായ ജനിതക വൈകല്യമാണിത്. അതിലെ നിവാസികളുടെ ഒറ്റപ്പെടൽ കാരണം ചെറിയ ഗ്രാമത്തിൽ വ്യാപകമാണ്. ഭൂരിഭാഗം ഗുവേദോസുകളും പരിവർത്തനത്തിന് ശേഷം ഒരു പുത്തൻ പേര് സ്വീകരിക്കുന്നു. എന്നാൽ മറ്റുള്ളവർ അവരുടെ സ്ത്രീനാമങ്ങൾ നിലനിർത്താൻ തിരഞ്ഞെടുക്കുന്നു. അനന്തരഫലമായി കാതറിൻ പോലുള്ള പേരുകളുള്ള പുരുഷന്മാരും സലീനാസിലുണ്ട്. ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൽ ഗുവേദോസസ് അംഗീകരിക്കപ്പെടുകയും അവരുടെ പരിവർത്തനങ്ങൾ ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്നു. ഇവിടെ യഥാർത്ഥത്തിൽ 3 ലൈംഗിക വിഭാഗങ്ങളുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു: സ്ത്രീ, പുരുഷൻ, സൂഡോ ഹെർമാഫ്രൊഡൈറ്റ്. പാപ്പുവ ന്യൂഗിനിയിലെ സാംബിയൻ ഗ്രാമങ്ങളിലും ജനിതക വൈകല്യത്തിന്റെ കേസുകൾ ഉയർന്നു വന്നിട്ടുണ്ട്. അവിടെ കുട്ടികൾ ഒഴിവാക്കപ്പെടുന്നു. അവർ പലപ്പോഴും ന്യൂനതയുള്ള പുരുഷന്മാരായി കാണപ്പെടുന്നു. എന്താണ് ഈ അസ്വസ്ഥതയ്ക്ക് കാരണമാകുന്നത്? ഗർഭപാത്രത്തിൽ എല്ലാ കുഞ്ഞുങ്ങൾക്കും ലിംഗഭേദം കൂടാതെ ഗൊണാഡ്സ് എന്നറിയപ്പെടുന്ന ആന്തരിക ഗ്രന്ഥികളും കാലുകൾക്കിടയിൽ ട്യൂബർക്കിൾ എന്ന ചെറിയ മുഴയുമുണ്ട്. 8 ആഴ്ചയിൽ 5 റിഡക്ടേസ് എന്ന എൻസൈമാണ് കുട്ടികളിൽ ഡീഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോണിന്റെ കുതിച്ചുചാട്ടത്തിന് കാരണമാകുന്നത്. ഇത് ക്ഷയരോഗത്തെ അഥവാ ട്യൂബർക്കിളിനെ ലിംഗമായി മാറ്റുന്നു. സ്ത്രീകൾക്ക് ക്ഷയരോഗം ഒരു ക്ലിറ്റോറിസായി വളരുന്നു. ഗുവേദോസിന്റെ കാര്യത്തിൽ 5 റിഡക്ടേറ്റ്സ് അവയുടെ ജനിതക ഘടനയിൽ കാണുന്നില്ല. ലിംഗത്തിന്റെ വളർച്ച ഗർഭപാത്രത്തിൽ പ്രേരിപ്പിക്കപ്പെടുന്നില്ല. അവ യോനിയിൽ കാണപ്പെടുന്നവയായി ജനിക്കുന്നു. എന്നാൽ ഏകദേശം 12 വർഷത്തിന് ശേഷം പ്രായപൂർത്തിയാകുമ്പോൾ ടെസ്റ്റോസ്റ്റിറോണിന്റെ അടുത്ത കുതിച്ചുചാട്ടം ഉണ്ടാകുമ്പോൾ പുരുഷ ജനനേന്ദ്രിയങ്ങൾ ഉയർന്നു വരുന്നു. 1970 കോർണൽ യൂണിവേഴ്സിറ്റിയിലെ എൻഡോക്രിനോളജിസ്റ്റായ ഡോക്ടർ ജൂലിയൻ ഇംപെറാറ്റോ ആണ് ഗുവേദോസിസെ ആദ്യമായി കണ്ടെത്തിയത്. ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൽ പെൺകുട്ടികൾ ആൺകുട്ടികളായി മാറുന്നതിനെ കുറിച്ച് വളരെ ദൂരെയുള്ള കിംവദന്തികൾ അവർ കേട്ടു. അന്വേഷിക്കാതിരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ജനിതക വൈകല്യത്തെക്കുറിച്ചുള്ള അവരുടെ കണ്ടെത്തലുകൾ ഉപയോഗിച്ച് 5 റിഡക്ടേസ് ഇൻഹിബിറ്ററായ ഫിനാസ്ട്രൈഡ് എന്ന മരുന്ന് സൃഷ്ടിച്ചു. ഇന്ന് പുരുഷന്മാരുടെ പാറ്റേൺ കഷണ്ടിയും പോസ്ട്രേറ്റിന്റെ നല്ല വളർച്ചയും ചികിത്സിക്കാൻ ഫിനാസ്ട്രൈഡ് വ്യാപകമായി ഉപയോഗിക്കുന്നു. കൗണ്ട് ഡൗൺ ടു ലൈഫ് ദ എക്സ്ട്രോർഡിനറി മേക്കിംഗ് ഓഫ് യു എന്ന ഡോക്യുമെന്ററിയിലൂടെ ഡോക്ടർ മൈക്കൽ മോസ്ലെ ഗുവേദോസിന്റെ ജീവിത രീതികൾ പ്രദർശിപ്പിച്ചു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് വരും വീഡിയോസിനായി കാത്തിരിക്കുക.